കേരളം ഇന്ന് പിതൃസ്മരണയിലാണ്. വീടുകളിലും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും എല്ലാം പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു അശ്വതി. എന്നാലും നമ്മൾ ഇന്ന് ശംഖുമുഖത്ത് എന്താണ് കാഴ്ചകൾ എന്നുള്ളത് കണ്ടു. ഒപ്പം തന്നെ ഇനി നമുക്ക് ആലുവയിലേക്ക് പോകാം അല്ലേ, മണപ്പുറത്തേക്ക് പോകാം. ആലുവ മണപ്പുറം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ഒരു സ്നാനഘട്ടം കൂടിയാണ്. ഏതായാലും അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നമ്മുടെ മിഥുൻ അയ്യപ്പൻ നൽകും. മിഥുൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, വലിയ ഒരു തിരക്കുണ്ട്. ഒപ്പം തന്നെ ആലുവയിലും നമ്മൾ തിരുവല്ലത്ത് പറഞ്ഞതുപോലെ എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ നടക്കുന്ന മണ്ണാണ്. ഇന്ന് എന്തൊക്കെയാണ് പ്രത്യേകം ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ എത്രത്തോളം തിരക്കുണ്ട്? തീർച്ചയായിട്ടും ഇന്ന് രാവിലെ 2 മണിയോട് കൂടിയാണ് ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ ആ ബലിതർപ്പണം കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള കാര്യം. ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഹൈന്ദവ വിശ്വാസികളെല്ലാം തന്നെ അവരുടെ പിതൃക്കളെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി ഒരു പിടി തിലവും അതുപോലെ തന്നെ അരിയുമെല്ലാം സമർപ്പിച്ച് അവരുടെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പവിത്രമായും അതുപോലെ തന്നെ കുറച്ച് വൈകാരികമായി തന്നെ ഇന്നത്തെ ദിവസം ഓരോ ഹൈന്ദവ വിശ്വാസികളും ഇന്നത്തെ ദിവസത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനേറ്റവും സവിശേഷമായിട്ടുള്ള പുരാണ ഇതിഹാസങ്ങളിലെല്ലാം തന്നെ ഭാഗമായിട്ടുള്ള ഈ പരിപാലനമായിട്ടുള്ള ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ ഇപ്പോൾ ആലുവ മണപ്പുറത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 2 മണി മുതൽ ആരംഭിച്ചു ഈ ബലിതർപ്പണ ചടങ്ങുകൾ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ ഈ ചടങ്ങ് തുടരും എന്നുള്ളതാണ്. ഇതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. പുലർച്ചെ മുതൽ തന്നെ ഈ ആലുവ ക്ഷേത്ര പരിസരത്തേക്ക് KSRTCയുടെ അധിക സർവീസുകളും ഒപ്പം തന്നെ മെട്രോ സർവീസുകളും എല്ലാം അധികമായി സജ്ജമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ ഏതാണ്ട് 38ഓളം ബലിത്തറകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ദേവസ്വത്തിൻ്റെതായി സജ്ജമാക്കിയിട്ടാണുള്ളത്. 60ഓളം ബലിത്തറകൾ ഇവിടെ ഉണ്ട്. അതിൽ 38ഓളമാണ് ഇത്തവണ ലേലം പോവുകയും അവിടെയാണ് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ആലുവയുടെ വിവിധ ഇടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുള്ളതിന് പുറമെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നേവിയുടേത് അടക്കമുള്ള നിരീക്ഷണവും ഈ ആലുവയുടെ ഈ പെരിയാറിൻ്റെ പുഴയോരത്തും അതുപോലെ തന്നെ പുഴയിലുമെല്ലാമായി നടക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാം. ആലുവയിലെ പ്രസിദ്ധമായിട്ടുള്ള ആ പാലത്തിലൂടെ ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരം അല്പം കൂടി പുലർന്നതോടുകൂടി ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഈ മണപ്പുറത്തേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചയോട് കൂടി തന്നെ ഏതാണ്ട് പകുതിയോളം ആളുകൾ ഇവിടെ എത്തിച്ചേരേണ്ട പകുതിയോളം ആളുകൾ 2 മണി മുതൽ ഈ നിമിഷം വരെ ഇത്തരത്തിൽ പിതൃതർപ്പണം പൂർത്തിയാക്കി മടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും 3 മണി വരെ തുടരുന്ന അതിശക്തമായിട്ടുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെ ഇവിടേക്ക് ഉണ്ടാകും. ഐതിഹ്യപരമായും അതുപോലെ തന്നെ വിശ്വാസപരമായും ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ആലുവ മണപ്പുറം എന്ന് പറയുന്നത്. ആലുവ ശിവക്ഷേത്രം ഈ 108 ക്ഷേത്രങ്ങൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ക്ഷേത്രമാണ്. അതുപോലെ തന്നെ രാമായണത്തിൽ തന്നെ വിവിധ പരാമർശിക്കുന്ന സംഭവ വികാസങ്ങൾ ഇവിടെ നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് ജഡായുവിന് വേണ്ടി ശ്രീരാമൻ ബലിതർപ്പണം നടത്തിയത് ഈ മണപ്പുറത്തിൻ്റെ തീരത്താണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ബലിതർപ്പണം ചെയ്യുന്നത് മോക്ഷദായകമാണ് എന്നും വിശ്വാസികൾ കരുതുന്നു. അത്തരത്തിൽ അങ്ങനെ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന പരിസരവും ഈ ക്ഷേത്രവും ഒട്ടാകെ ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളായി മഴ വിട്ടു നിൽക്കുന്നതിനാൽ തന്നെ ജലനിരപ്പ് താഴുകയും പെരിയാറിൽ തന്നെ ഈ മണപ്പുറത്ത് പടിക്കെട്ടിൽ തന്നെ ഈ ബലികർമ്മങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ചില വർഷങ്ങളിലെല്ലാം തന്നെ ബലികർമ്മം ഈ പടിക്കെട്ടുകൾ നടത്താൻ കഴിയാതെ മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ. പക്ഷേ ഇത്തവണ അതിൻ്റേതായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കടന്നില്ല. ഭക്തജനങ്ങളെല്ലാം തന്നെ ഏറെ വിശ്വാസപൂർവ്വം ഈ ബലിതർപ്പണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വന്ന് ബലിയിടാറുണ്ട്. എല്ലാ വർഷവും തവണ മഴയൊക്കെ ആയിരുന്നു, പക്ഷേ വെള്ളമൊക്കെ മുങ്ങിയത് വലിയ ഇവിടെ എത്താൻ സാധിക്കുമെന്ന് കരുതി പ്രതീക്ഷിച്ചില്ല, എന്നാലും വരാൻ പറ്റി. ഇവിടെ തന്നെയാണ് എല്ലാവർക്കും? ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്നാണ്? വൈപ്പിൻ.
വൈപ്പിൻ കാളമുക്കിലും ഇവിടെ വരുമ്പോഴുള്ള ഒരു അനുഭവം ഒന്ന് ഇട്ടാലേ തൃപ്തിയാവും, മനസ്സിന് സംതൃപ്തി കിട്ടും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. എല്ലാവരും ആ ഒരു ഈ മണപ്പുറത്ത് വന്ന ആലുവ ശിവന്റെ മടിത്തട്ടിൽ പെരിയാറിന്റെ തീരത്ത് ബലിയിട്ട് തിലവും അതുപോലെ തന്നെ അരിയും ബലിപിണ്ടവുമെല്ലാം ഇത്തരത്തിൽ ആ പുഴയിലേക്ക് സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഭൂതി, അതുപോലെ തന്നെ അതൊരു മോക്ഷദായകമെന്ന് തന്നെയാണ് തങ്ങളുടെ പിതൃക്കൾക്ക് നൽകുന്ന ഒരു ദിവസത്തെ ആ ഓർമ്മ. ആ ഒരു ദിവസം കൂടുതൽ ആ പിതൃക്കളുടെ ഓർമ്മകളിലേക്ക് കടക്കാനും അവർക്ക് വേണ്ടി ഒരു പിടി അന്നം സമർപ്പിക്കാനും കഴിയുന്നു എന്നുള്ളത് ഏറെ പുണ്യമായി കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ആലുവ മണപ്പുറത്ത് എത്തുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സവിശേഷമായി തന്നെയാണ് കരുതുന്നത്. ആ ഭക്തജനങ്ങളുടെ ഒഴുക്ക് തന്നെയാണ് ഇപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും ഈ തീർത്ഥങ്ങളൊക്കെ പിതൃതർപ്പണം ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പിതൃതർപ്പണം പുരോഗമിക്കുന്നത്. അശ്വതി, ഈ ദക്ഷിണായനം എന്ന് പറയുന്നത് പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കും എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അതായത് ഈ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരും. അവരെ നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഗതം ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഭൂമിയിലെ ഒരു മാസം അവർക്കൊരു ദിവസമായി മാറുകയാണ്. അതെ, അങ്ങനെ ഇങ്ങനെ 12 മാസം 12 ദിവസമാണ്. 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ ബന്ധുജനങ്ങൾ പിതൃക്കൾക്ക് അശ്വതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്നമൂട്ടുകയാണ് അല്ലെ. എത്ര മഹത്തായ ഒരു വിശ്വാസമാണ് എന്നുള്ളതാണ് അല്ലേ. ഈ ചടങ്ങിനായി ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പവിത്രക്കെട്ട്, ദർഭപ്പലു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പവിത്രക്കെട്ട് ഉണ്ടാക്കുന്നത്. ഈ പവിത്രക്കെട്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ്. ഈ കയ്യിൽ ഒരു മോതിരം ഉണ്ടാക്കുന്നത് പോലെ മോതിരം പോലെ വളച്ച് ദർഭപ്പലു ഉപയോഗിച്ചൊരു മോതിരം ഉണ്ടാക്കുന്നു. അത് അത്രത്തോളം പവിത്രമാണ്. ഇത് കയ്യിൽ ധരിച്ചുകൊണ്ടാണ് പൂജകൾ ചെയ്യുന്നത്. മനസ്സിനെയും ശരീരത്തിനെയും ഏകാഗ്രതയോടെ നിലനിർത്താൻ ഈ പവിത്രക്കെട്ട് സഹായിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒപ്പം എള്ള്, പിതൃക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒന്നാണ് എള്ള്. ഒപ്പം ഉണക്കളരി, വെള്ളം ഇതെല്ലാം ചേർത്ത്, പൂവ് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ആ പിണ്ടം നമ്മുടെ തന്ത്രി നമുക്ക് കയ്യിൽ നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങി അവർക്കത് സമർപ്പിച്ച് തിരിച്ചു കയറി വരുന്നത്. ഈ കർക്കിടക വാവുബലിക്ക് എന്താണ് പ്രാധാന്യം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മളെ വിട്ടുപോയവർക്ക് വേണ്ടി നമ്മൾ മാസബലി ഇടാറുണ്ട്, ആണ്ടുബലി ഇടാറുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ കർക്കിടകത്തിലെ വാവുബലിക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ്, നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ്. അങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത്. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത്. ഇതൊക്കെ കൊണ്ടാണ് കർക്കിടകത്തിലെ വാവുബലി വളരെ പ്രാധാന്യമുള്ളതായി മാറുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഇത് ആചരിക്കുന്നത്. ഈ പിതൃപക്ഷം എന്ന് പറയുന്ന രീതിയിലാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ഈ പിതൃക്കൾക്കായി ഒരു ദിനം മാറ്റിവെക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഈ ആടി അമാവാസിയൊക്കെ നമ്മുടെ കേരളത്തിന് പ്രാധാന്യമുള്ള ഈ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് അതുപോലെ തമിഴ്നാട്ടിലും ആചരിക്കുന്ന ഒരു ദിവസമാണ് ആടി അമാവാസി. അങ്ങനെ ബാക്ക് ടു ദ റൂട്ട്സ്, വേരുകളെ ഓർക്കുക. മരം എത്ര മുകളിൽ വളർന്നാലും വേരുകൾ ഭൂമിക്കടിയിൽ വലിയ രീതിയിൽ, അതായത് ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ച് അല്ലെങ്കിൽ ശക്തിയോടുകൂടി നിൽക്കുമ്പോഴാണല്ലോ നമുക്കും നിലയുറപ്പിച്ച് നിൽക്കാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ